BJP അയലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി. പഞ്ചായത്തിന്റെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും വികസന മുരടിപ്പിനുമെതിരെയാണ് ധർണാ സമരം സംഘടിപ്പിച്ചത്. BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിലെ ഒരു MLA-യുടെ മകനെ തന്നെ കഴിഞ്ഞ ദിവസം ലഹരി കേസിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ സമയത്ത് തന്റെ മകൻ കുറ്റം ചെയ്തിട്ടുണ്ട്, അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം എന്ന് പറയുന്നതിനേക്കാൾ ഇവിടുത്തെ MLA-യും ഇവിടുത്തെ ഭരണ സംവിധാനവും ആ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇടപെട്ട കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എറണാകുളത്ത് ക്യാമ്പസിനകത്ത് നിന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആണെന്നാണ് എൻ്റെ ഓർമ്മ. എറണാകുളത്ത് കളമശ്ശേരിയിലെ പോളിടെക്നിക് കോളേജ്, കളമശ്ശേരി പോളിടെക്നിക് ആണോ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആണെന്നുള്ളത് ഞാൻ വിട്ടുപോയി. എറണാകുളത്ത് SFIയുടെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഹോസ്റ്റലിനകത്ത് നിന്ന് ഇത്തരത്തിൽ ലഹരി കണ്ടെത്തുന്ന ഒരു കാഴ്ച. ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം മാതാപിതാക്കളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ഇന്നത്തെ യുവ സമൂഹം മാറിയിട്ടുണ്ടെങ്കിൽ തന്റെ സഹജീവികളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിലുപരി ഈ സമൂഹത്തെ മുഴുവൻ നാശത്തിലേക്ക് തള്ളിവിട്ടു പോകുന്ന രീതിയിൽ ഒരു ലഹരി ഇവിടെ മാറിയിട്ടുണ്ടെങ്കിൽ, അത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന കറുപ്പിനെയും കഞ്ചാവിനെയും പ്രണയിക്കുന്നവരെ ആരാധിക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ കുട്ടി സഖാക്കന്മാരുടെ മനസ്സിനകത്തേക്ക് വളരെ ചെറുപ്രായത്തിൽ തന്നെ കഞ്ചാവ് ഉപയോഗിക്കുന്ന ചെഗുവേരയെ പോലെയുള്ള ആളുകളുടെ ആശയങ്ങളെ പകർന്നു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രത്തിനകത്ത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും ഈ രാഷ്ട്രത്തിന്റെ ചരിത്രത്തിലെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും പ്രവർത്തിച്ചിട്ടുള്ള ആദർശ പുരുഷന്മാരെ, ചരിത്ര നായകന്മാരെ മറന്നുകൊണ്ട് ഇവിടുത്തെ കഞ്ചാവിന്റെ അടിമകളെ ആരാധിക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ സമൂഹം മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രഗിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നെന്മാറ മണ്ഡലം പ്രസിഡന്റ് നിർമ്മൽ കുമാർ, ജനറൽ സെക്രട്ടറി A. അജീഷ്, സുശീലൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് അനിൽ ആലിങ്കൽ, റബ്ബർ കർഷക സമിതി കൺവീനർ പ്രഭാകരൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അയ്യപ്പദാസ് എന്നിവർ പ്രസംഗിച്ചു. S. ഷൈജു സ്വാഗതം പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.